കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും തന്ത്രജ്ഞനായ, നോക്കിയിരിക്കുമ്പോൾ സമൂഹത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഏക നേതാവ് പിണറായിയാണ് എന്ന് മറന്നു പോകരുത്. ഒരു കാരണവശാലും ഭരണമാറ്റം ഉണ്ടാവില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പിണറായിയുടെ ചെയ്തികളെല്ലാം. അപ്രതീക്ഷിതമായി ഭരണമാറ്റ സൂചനകൾ വന്നതോടെ പിണറായിക്ക് അങ്കലാപ്പുണ്ട്. ഭരണമാറ്റം വരികയും ആത്മാർത്ഥമായ ഇടപെടൽ നടക്കുകയും ചെയ്താൽ പിണറായിയും മക്കളുമൊക്കെ ജയിലിലാവുന്ന സാഹചര്യം പോലും രൂപപ്പെട്ടു വരുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിധേയനെയും ഭരണമാറ്റ സാധ്യത അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുമായി പിണറായി വിജയൻ രംഗത്തെത്തി കഴിഞ്ഞു. നിങ്ങളിൽ പലരും അറിയാത്ത ഒരു സംഗതി പറയാം. മലയാള മനോരമയുടെ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ പിണറായി വിജയൻ എല്ലാ നിയമസഭാംഗങ്ങളുടെയും ഒരു യോഗം വിളിക്കുന്നു. ഓൺലൈൻ വഴി 99 പേരും ആ യോഗത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടുന്നു. സകല MLA മാർക്കും പിണറായി വിജയൻ ചില സന്ദേശങ്ങൾ നൽകുന്നു. മനോരമയുടെ കണക്കനുസരിച്ച് 58 പേർ ഇപ്പോൾ ജയിക്കും, 41 പേരാണ് തോൽക്കുന്നത്. ഈ 41 പേരിൽ 13 പേർ കൂടി ജയിച്ചാൽ ഭരണം ഉറപ്പിക്കാമെന്ന് പിണറായിക്ക് അറിയാം. അതുകൊണ്ട് ഈ 41 പേരോടും പിണറായി വിജയൻ കൃത്യമായ സന്ദേശം നൽകി. നിങ്ങളുടെ മുമ്പിലുള്ള വഴി ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറയപ്പെടുന്ന വോട്ട് നേടിയെടുക്കുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്യുക. മണ്ഡലത്തിൽ മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്ന വോട്ടിംഗ് പാറ്റേണിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നത്. എന്നാൽ ആ രാഷ്ട്രീയ വോട്ടിംഗ് പാറ്റേണിനെ MLA എന്ന നിലയിൽ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ കഴിയണം. അതുകൊണ്ട് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം മണ്ഡലത്തിൽ നഷ്ടപ്പെടുന്ന വോട്ടുകൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ പ്രാദേശികമായി ചെയ്യേണ്ടത് ഒക്കെ ചെയ്യുക. പിണറായിയുടെ അന്ത്യശാസനമാണ്, സർജിക്കൽ സ്ട്രൈക്കാണ്. ഈ 41 MLA-മാരോട് പറയുന്നു, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു എന്ന് ഉറപ്പാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാവില്ല. പകരം മറ്റൊരു സ്ഥാനാർത്ഥിയാവും മത്സരിക്കുക. അതുകൊണ്ട് ഇനി അധിക ദിവസം നിങ്ങളുടെ മുമ്പിലില്ല. പ്രശ്നം മനസ്സിലാക്കുക, പഠിക്കുക, പരിഹാരം കൃത്യമായി എന്നെ അറിയിക്കുക. ആ പരിഹാരം നിങ്ങൾ ഉണ്ടാക്കുക. ആ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ, ഇപ്പോഴത്തെ നിങ്ങളുടെ മണ്ഡലത്തിലെ എഡ്ജിന് മാറ്റമുണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് മാറി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവരും. ആ അന്ത്യശാസനം ഏറ്റുവാങ്ങി തോൽക്കാൻ ഇടയുള്ള MLA-മാർ സജീവമായി രംഗത്തെത്തി. പിണറായിയുടെ മുഖം കണ്ടാൽ ഒരുപക്ഷെ ജനം വോട്ട് ചെയ്തെന്ന് വരില്ല. എന്നാൽ കഠിന പ്രയത്നം നടത്തുന്ന MLA-യുടെ മുഖം കണ്ട് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കാൻ പ്രയാസം ഉണ്ടാവില്ല.